ഒരു ലക്ഷറി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. അതുപോലത്തെ ഒരു നല്ലൊരു വീടാണ് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായൊരു ലക്ഷറി ലുക്ക് വരുന്ന കണ്ടംപററി ഡിസൈനുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. 5 സെൻറ്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് വില്ലാസൊക്കെ അടുത്ത് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും അതിനെ അതിഗംഭീരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ നല്ല മനോഹരമായ കളർ കോമ്പിനേഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടിലത്തെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു വീടിനകത്ത് ഉൾപ്പെടേണ്ട ഏകദേശം എല്ലാ ലക്ഷറി വർക്കും തന്നെ ഈ ഒരു മനോഹരമായ 2600 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടിൽ നിർമ്മിച്ചിട്ടുണ്ട്. വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പേയാടിന് സമീപം തച്ചോട്ടാവിലാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു പീസ്ഫുൾ ഏരിയയിൽ തന്നെയാണ് വീടിൻ്റെ പണിയെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഫുൾ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 5 സെൻറ്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നല്ല അതിഗംഭീരമായിട്ടുള്ള ലക്ഷറി ലുക്ക് വരുന്ന വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് റിമോട്ട് കൺട്രോൾഡ് ആണ്. കൂടാതെ തന്നെ ഒരു സെപ്പറേറ്റ് ഫോൾഡിംഗ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു നെയിം പ്ലേറ്റ് ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 17 അടി നീളമുള്ള റിമോട്ട് കൺട്രോൾഡ് ഗേറ്റാണ് നൽകിയിട്ടുള്ളത്. 5 അടി പൊക്കവും ഗേറ്റിന് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഗേറ്റിന് സമീപമായിട്ട് ഒരു എൻട്രൻസ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് മൈക്ക് ആൻഡ് സ്പീക്കറാണ് വരുന്നത്. വീട്ടിൽ വരുന്ന ഒരാൾ കാണുവാൻ തക്കമായിട്ടുള്ള സെറ്റപ്പ് എല്ലാം വീടിനകത്ത് ചെറിയൊരു മോണിറ്ററിൽ ചെയ്തിട്ടുമുണ്ട്. ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിനകത്ത് കടക്കുമ്പോഴത്തേക്കും ഇൻ്റർലോക്ക് ചെയ്തൊരു ഫ്രണ്ടേജാണ് വന്നിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഫുൾ ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. വീടിനൊരു കവേർഡ് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. 18x12 ആണ് ഡയമെൻഷൻ. 2 കാർ വരെ ഫ്രണ്ടേജിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. കാർ പാർക്കിനകത്ത് തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷനായിട്ട് LED സ്പോട്ട് ലൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗാർഡൻ പ്രൊവിഷനൊക്കെ ഫ്രണ്ടേജ് നൽകിക്കൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നല്ല അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന് നല്ല വിശാലമേറിയ ഒരു സിറ്റ് ഔട്ട് അവൈലബിൾ ആണ്. 14x6 ആണ് സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കജേരിയുടെ നല്ല വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് വീട് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ഫുള്ളായിട്ടും അലയുടെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയറിംഗാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവൻ പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന വുഡ് വർക്കെല്ലാം തന്നെ ആഞ്ഞിലിയിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിംഗ് ഏരിയ വന്നിട്ടുണ്ട്. 20x15 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിക്കൊണ്ട് TV യൂണിറ്റ് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ലിവിംഗ് ഏരിയ കോർണേഴ്സിലൊക്കെ വച്ചിട്ടുമുണ്ട്. കൂടാതെ തന്നെ ലിവിംഗ് ഏരിയയിൽ വരുന്ന വിൻഡോസിലൊക്കെ തന്നെ കർട്ടൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റി തന്നെയാണ് വീടിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാട്ടർഫോളിൻ്റെ ആ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ഡിസൈൻ ആർച്ച് വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വോൾട്ടയിലും കൂടാതെ തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ആ ഒരു വാട്ടർഫോളിൻ്റെ ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 10x10 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ വരുന്ന വിൻഡോസിനൊക്കെ തന്നെ കർട്ടൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു വുഡൻ ഷെൽഫും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടച്ച് സെൻസർ മിറർ തന്നെയാണ് വെച്ചിട്ടുള്ളതും. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളതും. വുഡൻ പാർട്ടീഷനും വിത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും വന്നിട്ടുണ്ട്. 14x10 ആണ് കിച്ചൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഒരു ഇലക്ട്രിക് ചിമ്മിനിയും അവൈലബിൾ ആണ്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് വരുന്ന സ്റ്റോറേജ് സ്പേസിൻ്റെ അടിയിലൊക്കെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു അട്രാക്ഷനാണ് കിച്ചണിന് നൽകുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക്
വർക്ക് ഏരിയ വന്നിരിക്കുന്നത് 14x4 ഡയമെൻഷൻ. ഒരു കോൺക്രീറ്റ് സ്ലാബൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3 വശത്തും ഇരുമ്പിൻ്റെ ഗ്രില്ലും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിനൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം റൂമിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായി യൂസ് ചെയ്തിട്ടുള്ളത്. റൂംസിൽ വരുന്ന വിൻഡോസിലൊക്കെ തന്നെ കർട്ടൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. വാൾ റൂപ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് റൂം ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. 14x12 ഈ റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു റൂമിൽ വാൾ റൂപ്സും തന്നിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റഡി ടേബിളും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരു യൂണിറ്റ് തന്നെ ചെയ്തിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ സൈഡിലെ ചുമര് മുഴുവനും ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്കൽ രീതിയിലുള്ള ലിക്വിഡ് വാൾപേപ്പർ ആർട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഫർഗോള വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു എൽ ഷേപ്പിലെ ഹോളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 22x20 ഹോളിൻ്റെ ഡയമെൻഷൻ. ഒരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗിലും LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ഒരു കോർണർ സൈഡിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഒരു ഓഫീസ് ഏരിയ ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു പ്ലേസ് ആണ്. വിൻഡോസിലൊക്കെ കർട്ടൻസ് അവൈലബിൾ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. LED സ്പോട്ട് ലൈറ്റും LED സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. വാൾ റൂപ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. 14x12 ഡയമെൻഷൻ. ബാക്കിയുള്ള റൂംസിൽ കാണുന്നത് പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റൂംസിൽ വരുന്ന വിൻഡോസിലൊക്കെ തന്നെ കർട്ടൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു റൂമിൽ വാൾ റൂപ്സും പ്ലസ് ഡ്രസ്സിംഗ് ഏരിയയാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ അവസാനത്തെ റൂം. 16x8 റൂമിൻ്റെ ഡയമെൻഷൻ. ഒരു തിയേറ്റർ ഡിസൈനിൽ തന്നെയാണ് റൂം പണിതിട്ടുള്ളത്. റൂമിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 25x6 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണിയിൽ വന്നിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ വന്നിരിക്കുന്ന ഫോൾ സീലിംഗ് ആണ് ഈ കാണുന്നത്. LED സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. 10x6 ഡയമെൻഷൻ. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെ തന്നെ ഈ ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാനുള്ള സ്പേസും ഈ ഒരു ബാക്ക് യാർഡിൽ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ലക്ഷറി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,20,00,000 തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ
ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.